അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അഖ്ലാഖ് 2021 മദ്രസകളിൽ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ, അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇത്. അതിൻ്റെ മുൻ വർഷത്തിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർ സംശയിക്കരുത്. ഇത് തുടങ്ങുന്ന 2-3 ചോദ്യങ്ങളും അതിലുള്ള ചോദ്യങ്ങളും ഒരേപോലെയാണ്. അത് കാരണം അത് തന്നെയാണ് ഇത് എന്ന് ആരും സംശയിക്കരുത്. ഇത് വേറെ ചോദ്യവും ഉത്തരങ്ങളുമാണ്. കൂടാതെ അഖ്ലാഖിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. നമുക്കിത് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ വിഭാഗം ചോദ്യം: യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കൈകൊണ്ട് തടയണം. ഖാറൂനെ എല്ലാവരും വെറുക്കും. നന്മകളാണ്. നല്ലവർ ചിന്തിക്കുക. ലഹരിക്ക് അടിമപ്പെട്ടവർ എല്ലാവരും ഇഷ്ടപ്പെടും. ഇനി ചോദ്യങ്ങൾ: സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ഡാഷ്. തിന്മകൾ കാണുമ്പോൾ ഡാഷ്. 3. സമ്പത്തും സ്വാധീനവും അഹങ്കാരിയാക്കി ഡാഷ്. കിബറുള്ളവരെ ഡാഷ്. 6. എല്ലാവരും നന്നാവണം എന്നാണ്. 7. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ്. ഇനി അവയുടെ ഉത്തരങ്ങൾ: 1. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് നന്മകളാണ്. 2. തിന്മകൾ കാണുമ്പോൾ കൈകൊണ്ട് തടയണം. 3. സമ്പത്തും സ്വാധീനവും അഹങ്കാരിയാക്കി ഖാറൂനെ. കിബറുള്ളവരെ എല്ലാവരും വെറുക്കും. 6. എല്ലാവരും നന്നാവണം എന്നാണ് നല്ലവർ ചിന്തിക്കുക. 7. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ് ലഹരിക്ക് അടിമപ്പെട്ടവർ. രണ്ടാമത്തെ വിഭാഗം ചോദ്യം: 2 വീതം എഴുതാം. 1. സത്യവിശ്വാസികളുടെ കടമകൾ. അവയിൽ നിന്ന് 2 എണ്ണം. 1. കാണുമ്പോൾ സലാം പറയൽ. 2. ക്ഷണം സ്വീകരിക്കൽ. 2. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. അവയിൽ നിന്നും 2 എണ്ണമാണ് എഴുതേണ്ടത്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ എഴുതിയത് ഈ 2 എണ്ണമാണ്. വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക. മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. 3. അസ്സബുൽ മൂബിഖാത്ത്. സബുൽ മൂബിഖാത്തിൽപ്പെട്ട 2 കാര്യങ്ങൾ. ആകെ 7 എണ്ണമാണുള്ളത്. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഉത്തരം: 1. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. 2. സിഹർ, അതായത് മാരണം ചെയ്യുക. മൂന്നാമത്തെ വിഭാഗം ചോദ്യം പൂർത്തിയാക്കാം. 1. യഥാർത്ഥ അറിവ് വിനയത്തെയാണ് ഡാഷ്. 2. വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് ഡാഷ്. അവയുടെ ഉത്തരങ്ങൾ: യഥാർത്ഥ അറിവ് വിനയത്തെയാണ് ഉണ്ടാക്കുന്നത്. 2. വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് 3 ദിവസം. 3. അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോക ഡാഷ്. 4. അൽ ഖംറു മിഫ്താഹു ഡാഷ്. 5. ഇത്തഖുൽ ളുൽമ ഫഇന്ന ളുൽമ ളുലുമാത്തുൻ ഡാഷ്. അതിൻ്റെ ഉത്തരങ്ങൾ: അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അൽ ഖംറു മിഫ്താഹു കുല്ലി ശർരിൻ. 5. ഇത്തഖുൽ ളുൽമ ഫഇന്ന ളുൽമ ളുലുമാത്തുൻ യൗമിൽ ഖിയാമ. ഇനി തെറ്റും ശരിയും അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം: നാം ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാവുകയില്ല. ഇത് ശരിയോ തെറ്റോ? തെറ്റാണത്. അള്ളാഹു ഉണ്ടാവും എന്നാണ് ശരി ഉത്തരം. 2. ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് പിശുക്ക്.
അത് ശരിയാണ്. 3. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ. ഇത് ശരിയാണ്. 4. കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ധനം വർദ്ധിക്കുകയില്ല. ഇത് തെറ്റാണ്. ഇനി 5-ാമത്തെ വിഭാഗം ചോദ്യം, ഉത്തരം എഴുതാം. ചോദ്യം 1. ലാ ബഅ്സ ത്വഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നത്? അതിൻ്റെ ഉത്തരം രോഗികളെ സന്ദർശിക്കുമ്പോൾ. 2. ജീവനുള്ള മൃതദേഹങ്ങളാണത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെക്കുറിച്ച്. 3. അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത് എന്നാണ് അവൻ ചിന്തിക്കുക. 4. തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ്? 6-ാമത്തെ വിഭാഗം ചോദ്യം വ്യക്തമാക്കാം. അതായത് ആര് ആരോടാണ് സലാം പറയേണ്ടത് അതാണ്. 1. വരുന്നവർ ആരോട് സലാം പറയണം? ചെറുസംഘം ആരോട് സലാം പറയണം? നിൽക്കുന്നവർ ആരോട് സലാം പറയണം? നടക്കുന്നവർ ആരോട് സലാം പറയണം? ഉത്തരങ്ങൾ: വരുന്നവർ സദസ്സിലുള്ളവർക്കും, ചെറുസംഘം വലിയ സംഘത്തിനും, നിൽക്കുന്നവർ ഇരിക്കുന്നവർക്കും, നടക്കുന്നവർ നിൽക്കുന്നവർക്കും. ഇതോടുകൂടി ഈ പേപ്പർ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.